നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയിലാണ് MSC എൽസ 3 എന്ന ചരക്കു കപ്പൽ കേരളത്തിൽ കൊച്ചി തുറമുഖത്തിനടുത്ത് ചെരിയുകയും പിന്നീട് മറിയുകയും ചെയ്തത്. അതിൽ നിന്നും അതിലെ നാവികരടക്കമുള്ള എല്ലാ ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയെങ്കിലും ഇപ്പോഴും അതിൻ്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് തീരദേശത്തുള്ള ആളുകളാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ വലിയ തോതിലുള്ള മരുന്നുകൾ, അതായത് മനുഷ്യനും മൃഗങ്ങൾക്കുമൊക്കെ ദോഷകരമാകാവുന്ന എന്തൊക്കെയോ മരുന്നുകൾ ഉണ്ടായിരുന്നുവെന്നും അത് മനുഷ്യരിലേക്ക് എത്തിയാൽ വലിയ തോതിലുള്ള രോഗങ്ങൾ ഉണ്ടാകുമെന്നുമൊക്കെ ആദ്യം പരക്കെ ഒരു വ്യാപനമുണ്ടായിരുന്നു. മാത്രവുമല്ല അത് ആരും തുടരുത് എന്നുള്ള ഒരു നിഷ്കർഷ ആദ്യം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും തീരദേശങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ ഇടിച്ചു കയറുമ്പോൾ അതിനകത്ത് എന്താണെന്ന് തൊട്ടു നോക്കാൻ പോലും ആളുകൾക്ക് ഭയമാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. മറ്റൊന്ന്, അവിടെ കടലിൽ നിന്നും വരുന്ന മത്സ്യങ്ങൾ കൂട്ടരുത് എന്നുള്ള ഒരു വ്യാപകമായ പ്രചാരണം അക്കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആളുകൾക്ക് കടൽ മീനുകളോട് വലിയ തോതിലുള്ള പേടിയാണ് എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ തീരദേശ ജനതയെ പട്ടിണിയിലാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മറ്റൊന്ന്, ഇപ്പോൾ കാലവർഷം ശക്തി പ്രാപിച്ചിരിക്കെ ഫിഷർമാൻസ്, അതായത് കടലിൽ പോകുന്നവർ കടലിൽ പോകാതെ ആവുകയും അതോടുകൂടി അവിടുത്തെ വരുമാനം വലിയ തോതിൽ, അവരുടെ ജീവിത സാഹചര്യം വലിയ തോതിൽ ദുരിതമയമാവുകയും ചെയ്ത അവസരത്തിലാണ് MSC 3 എന്ന ഈ ഷിപ്പ് കടലിൽ മറിഞ്ഞത്. അതോടുകൂടി അതിൻ്റെ പ്രത്യാഘാതവും വലിയ തോതിൽ ഇപ്പോൾ കടൽ ജീവനക്കാർ ഏൽക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഒരു വലിയ തോതിൽ ആശങ്കാകുലരാണ്. കാരണം ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും? കടലിൽ നിന്ന് കിട്ടുന്ന നാമമാത്രമായ മീനുകൾ ആളുകൾ വാങ്ങാനില്ല. കടലിൽ പോകരുത് എന്ന് വിലക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ശരിക്കും ദുരിതമയമായ ഒരു ജീവിതമാണ് കടൽ തീരദേശത്തുള്ള ആളുകൾ മുക്കുവർ അനുഭവിക്കുന്നത് എന്ന് എടുത്തു പറയാം. കടലുമായി നിരന്തരം ബന്ധപ്പെടുന്ന ആളുകളുടെ ഈ നിരാശ അല്ലെങ്കിൽ ഇവരുടെ ഈ ഭീതി അകറ്റുന്നതിന് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ തീരദേശത്തെ ജനത ഒരുപോലെ വിലപിക്കുന്നത്. കാരണം രണ്ട് ഭാഗത്തു നിന്നും അവർക്ക് വലിയ തോതിലുള്ള നിരാശയാണ് സംഭവിക്കുന്നത്. ഒരു ഭാഗത്ത് കപ്പൽ മുങ്ങിയതിൻ്റെ അവശിഷ്ടങ്ങൾ കടലിലേക്ക് വരുന്നു. അതുകൊണ്ട് മത്സ്യങ്ങൾ അത് കഴിച്ചത് മൂലം ഇനി ആ മത്സ്യങ്ങൾ മനുഷ്യർ കഴിച്ചാൽ വലിയ തോതിലുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് വലിയ തോതിലുള്ള മാധ്യമ പ്രചാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ അതിജീവിക്കാൻ തക്ക വിധത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ തീരദേശവാസികളെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തുന്നത്. അവർ പറയുന്നത് സർക്കാർ ഇതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു നോട്ട്, ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു കൃത്യമായ ഒരു അറിയിപ്പുണ്ടായാൽ മാത്രമേ ഇപ്പോൾ ജനമിനി ഈ മത്സ്യം കഴിക്കാൻ തുടങ്ങൂ എന്നുള്ളവർ പറയുന്നു. അവർ കുറച്ച് ദിവസമായി അല്ലെങ്കിൽ ദിവസങ്ങളായി, ആഴ്ചകളായി പട്ടിണിയിലാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ആ തീരദേശവാസികൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. തീർച്ചയായും MSC 3 എന്ന ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്താണ് എന്ന് ഇപ്പോഴും വ്യക്തമാക്കാനായിട്ട് അതിൻ്റെ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. വലിയ തോതിലുള്ള ഒരു ദുരന്തം എന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും ആ ദുരന്തത്തിൻ്റെ ശരിക്കുമുള്ള ഭീകരത അനുഭവിക്കുന്നത് തീരദേശ ജനതയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നത്. അവർ പറയുന്ന മറ്റൊരു പരാതി, ഇത് അദാനിയുടെ ഷിപ്പാണ്, അദാനി കൊണ്ടുവന്ന സാധനമാണ്, അതിനകത്ത് മുഖ്യമന്ത്രിക്ക് കൂടി ഇതിനകത്ത് വലിയ പങ്കുണ്ട് എന്ന് ഉള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ തീരദേശവാസികൾ ഉന്നയിക്കുകയാണ്. അതുകൊണ്ടാണ് അത് തുടരുത് എന്ന് അവർ വിലക്കുന്നത്. എന്നാൽ തുടരുത് എന്ന് പറഞ്ഞ് വിലക്കുന്ന സാധനം അത് എന്താണ് എന്ന് കൃത്യമായി പറയാൻ എന്തുകൊണ്ടാണ് ഇതിൻ്റെ അധികൃതർക്ക്, ആരോഗ്യവകുപ്പിനോ അല്ലെങ്കിൽ ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കോ കഴിയാത്തത് എന്നുള്ള കാര്യവും ഇപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് തീരദേശവാസികൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ആ ആശങ്ക മാറണമെങ്കിൽ തീർച്ചയായും സർക്കാർ ഇടപെടുകയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു കുറിപ്പോ ഒരു വിജ്ഞാപനമോ ഉണ്ടാവുകയോ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ തീരദേശവാസികൾ ഒരുപോലെ മുറവിളി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തങ്ങൾ പട്ടിണി കിടന്ന് ചാകും എന്നുകൂടി അപ്പോൾ അവർ പറയുകയാണ്.